ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. റെയിൽവേ ബജറ്റ് കേരളത്തിന് നിരാശ മാത്രം. ആവശ്യങ്ങൾ ഒന്നുപോലും അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. കേന്ദ്ര റെയിൽവേ മന്ത്രി സദാനന്ദ ഗൌഡ അവതരിപ്പിച്ച ബജറ്റിൽ പൊതുവെ ഗുണകരമായ പലതുമുണ്ടെങ്കിലും കേരളത്തിലെ യാത്രക്കാരുടെ അത്യാവശ്യങ്ങൾ ഒന്നും തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. പ്രധാന വാർത്തകളിലേക്ക്. മോദി സർക്കാരിന്റെ റെയിൽവേ കന്നി ബജറ്റിൽ കേരളത്തിന് കടുത്ത അവഗണന. ബജറ്റിൽ കേരളത്തിന് ഒരു പാസഞ്ചർ മാത്രം. അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ പ്രധാന കാരണമെന്ന് RTO രാജീവ് പുത്തലത്ത്. പഠിപ്പ് മുടക്കി സമരം വിഷയത്തെ ആസ്പദമാക്കിയാവണമെന്ന് DYFI കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ്. വാർത്തകൾ വിശദമായി. നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രഥമ റെയിൽവേ ബജറ്റിൽ കേരളത്തിന് നിരാശ. പറയത്തക്ക ഒരു വാഗ്ദാനം പോലും കേരളത്തിനില്ല. മൊത്തം 58 പുതിയ ട്രെയിനുകൾ അനുവദിച്ചതിൽ കേരളത്തിന് ഒരു പാസഞ്ചർ മാത്രം കിട്ടി. അതും കാസർഗോഡ് നിന്നും ബൈന്ദൂരിലേക്ക്. പ്രതീക്ഷയുടെ ചൂളം വിളിക്ക് കാതോർത്തിരുന്ന കേരളത്തിന് ആകെ ലഭിച്ചത് ഒരു പാസഞ്ചർ മാത്രം. അതും കാസർഗോഡ് നിന്നും ബൈന്ദൂരിലേക്ക്. 58 പുതിയ ട്രെയിനുകൾ അനുവദിച്ചിട്ടുണ്ട്. വനിതാ യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി 400 വനിതാ പോലീസുകാരെ നിയമിക്കും. ഇതിൽ കേരളത്തിൽ എത്ര ലഭിക്കുമെന്നറിയില്ല. നരേന്ദ്രമോദി സർക്കാരിന്റെ പുതിയ റെയിൽവേ ബജറ്റ് കേരളത്തിനെ അപമാനിക്കുകയായിരുന്നുവെന്ന് മലബാർ ട്രെയിൻ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ PV ഗംഗാധരൻ കുറ്റപ്പെടുത്തുന്നു. വളരെയേറെ നിരാശാജനകമാണെന്ന് പറയാതിരിക്കാൻ തരമില്ല. മലബാറിന് മാത്രമല്ല, കേരളത്തിന് ഏറ്റവും വലിയ ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷകളോട് കാത്തിരുന്ന ഒരു റെയിൽവേ ബഡ്ജറ്റായിരുന്നു ഇത്. പക്ഷേ നമ്മളെ ഒന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല, അവമാനപ്പെടുത്തിയിരിക്കുകയാണ് വാസ്തവത്തിൽ. കൊടകിലേക്ക് റെയിൽപാത, കാഞ്ഞങ്ങാട് പാണത്തൂർ പാത സർവേ, 5 ജനസാധാരൺ, 5 പ്രീമിയം ട്രെയിൻ, 27 എക്സ്പ്രസ് ട്രെയിനുകൾ, 6 AC എക്സ്പ്രസ് ട്രെയിനുകൾ, തീർത്ഥാടക കേന്ദ്രങ്ങളിലെ ബന്ധിപ്പിച്ച് ട്രെയിനുകൾ, സ്വാമി വിവേകാനന്ദന്റെ പേരിൽ പുതിയ ട്രെയിൻ എന്നിവയെല്ലാം പുതിയ ബജറ്റിലുണ്ട്. റെയിൽവേ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. ഇതിനായി RPF-ൽ 17,000 പേരെ കൂടി നിയമിക്കും. സ്വകാര്യ പങ്കാളിത്തത്തോടെ 10 റെയിൽവേ സ്റ്റേഷനുകൾ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തും. പ്രവർത്തന രംഗം ഒഴികെ റെയിൽവേയിൽ വിദേശ നിക്ഷേപത്തിന് അനുമതി തേടും. വൃദ്ധർക്കും വികലാംഗർക്കുമായി പ്ലാറ്റ്ഫോമിൽ ബാറ്ററി കാർ, പോസ്റ്റ് ഓഫീസ് വഴി ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനം, പാലും പച്ചക്കറികളും കൊണ്ടുപോകുവാൻ പ്രത്യേക ട്രെയിൻ, എല്ലാ സ്റ്റേഷനുകളിലും കുടിവെള്ളം, വിശ്രമമുറി, ടോയ്ലറ്റ്, തെരഞ്ഞെടുത്ത ട്രെയിനുകൾ വൈഫൈ സംവിധാനം എന്നിവയെല്ലാം ഒരുക്കും. ഇതെല്ലാം ഉണ്ടെങ്കിലും രാജ്യാന്തര പദവി കൊതിച്ച കോഴിക്കോട് അടക്കമുള്ള ജില്ലകൾക്ക് നിരാശ മാത്രമാണുള്ളത്. ബഡ്ജറ്റ് അവലോകനത്തിൽ കേരളത്തിന് പ്രതീക്ഷയുള്ള എന്തെങ്കിലും ലഭിക്കുമെന്നാണ് തങ്ങളുടെ പ്രതീക്ഷയെന്ന് ഫെഡറേഷൻ ഓഫ് നോർത്ത് കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ജനറൽ കൺവീനർ മുനീർ കുറുമ്പടി പറയുന്നു. നമുക്ക് ഈ BJP നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ ബജറ്റിൽ നല്ലൊരു പ്രതീക്ഷ എല്ലാ മേഖലയിലുള്ളവർക്കും ഉണ്ടായിരുന്നു. അതെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് ഇന്ന് ബജറ്റ് ചിത്രം പുറത്തു വന്നപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രത്യേകതയും കേരളത്തിന് ഉണ്ടായിട്ടില്ല എന്നത് വേദനാജനകമായ ഒരവസ്ഥയാണ്. പുതുതായി രൂപീകരിച്ച തെലങ്കാനയിലും ആന്ധ്രയിലും പദ്ധതികൾക്കായി 20,000 കോടി അനുവദിച്ചിട്ടുണ്ട്. അത്രപോലും കേരളത്തിന് പരിഗണന നൽകാൻ പുതിയ റെയിൽവേ ബജറ്റിന് കഴിഞ്ഞിട്ടില്ല. റെയിൽവേ മന്ത്രി സദാനന്ദ ഗൌഡയുടെ പ്രഥമ ബജറ്റിൽ അദ്ദേഹത്തിന്റെ തട്ടകമായ കർണാടകത്തിനും മോദിയുടെ ഗുജറാത്തിനും UPAയ്ക്കും മഹാരാഷ്ട്രയ്ക്കും കൈനിറയ പദ്ധതികൾ ലഭിച്ചപ്പോൾ കേരളത്തിന് ആകെ ലഭിച്ചത് ഒരേയൊരു പാസഞ്ചർ തീവണ്ടി മാത്രമാണ്.
ഇത് മൂകാംബിയിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ് ഏറെ പ്രയോജനമാവുക. 18 പുതിയ പാതയ്ക്ക് സർവേ നടത്തുമെന്ന് പ്രഖ്യാപിച്ചതിൽ കാഞ്ഞങ്ങാട് പാണത്തൂർ കാണിയൂർ പാതയുടെ സർവേയും മാത്രമാണ് കേരളത്തിന് ശേഷിക്കുന്നത്. ചുരുക്കത്തിൽ കാഞ്ഞങ്ങാട് നിന്ന് തെക്കോട്ട് ട്രെയിനിന്റെ കാര്യത്തിലോ പാതയിലോ പരാമർശം പോലുമില്ല. സബർബൻ ട്രെയിൻ സർവീസ് എന്ന കേരളത്തിന്റെ പ്രധാന ആവശ്യത്തോട് മുഖം തിരിച്ച ബജറ്റ് ബാംഗ്ലൂരിൽ സബർബൻ ട്രെയിൻ സർവീസ് പഠനം നടത്തുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പഠിപ്പ് മുടക്കി സമരം വിഷയത്തെ ആസ്പദമാക്കിയാവണമെന്നും അക്രമ സമരങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതാണെന്നും ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. കേരളത്തിലെ സ്വാശ്രയ മെഡിക്കൽ കോളേജ് മെറിറ്റ് സീറ്റ് അട്ടിമറിക്കാനുള്ള മാനേജ്മെന്റിന്റെയും സർക്കാരിന്റെയും നീക്കത്തിൽ പ്രതിഷേധിച്ച് SFI സംഘടിപ്പിച്ച DDE ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ മെറിറ്റ് സീറ്റ് അട്ടിമറിക്കാനുള്ള മാനേജ്മെന്റിന്റെയും സർക്കാരിന്റെയും നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് SFI ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രവർത്തകർ DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം PA മുഹമ്മദ് റിയാസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പഠിപ്പ് മുടക്കി സമരം വിഷയത്തെ ആസ്പദമാക്കിയാവണമെന്നും അക്രമ സമരങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പഠിപ്പ് മുടക്കി ഞങ്ങൾ തെരുവിലിറങ്ങാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ അനാവശ്യമാകും? അപ്പൊ സമരങ്ങളുടെ രീതിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം സമരങ്ങളാകെ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കുന്നത് ഒരു സമരരഹിത സമൂഹത്തെ സൃഷ്ടിക്കാനും അതിലൂടെ പ്രക്ഷോഭവും പ്രതികരണവുമില്ലാതെ ഇവിടെ ചൂഷണം നടത്തുവാനുള്ള സൗകര്യം ബന്ധപ്പെട്ടവർക്ക് നൽകുവാൻ മാത്രമേ സഹായകരമായി മാറുകയുള്ളൂ. അതുകൊണ്ട് ലോകത്തിന്റെ ചരിത്രത്തെ, പോരാട്ടങ്ങളുടെ ചരിത്രത്തെ മറക്കാതെ തന്നെ വർത്തമാനകാലത്തിലും ഭാവിയിലും പ്രക്ഷോഭങ്ങൾ, തീക്ഷണമായ സമരങ്ങൾ ഇനിയും SFI ഉയർത്തിക്കൊണ്ടുവരണമെന്ന് ഈ നാട് ആഗ്രഹിക്കുന്നുവെന്നുള്ള വസ്തുത കൂടി മറക്കാൻ വേണ്ടി പാടില്ല. SFI ജില്ലാ പ്രസിഡന്റ് MM ജിജേഷ് അധ്യക്ഷം വഹിച്ചു. MI നികേഷ്, K അശ്വന്ത്, TK സുമേഷ് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ പ്രധാന കാരണമെന്ന് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ രാജീവ് പുത്തലത്ത്. ട്രാഫിക് സുരക്ഷാ വാരാഘോഷത്തിന്റെ ഭാഗമായി മാളിക്കടവ് MSS പബ്ലിക് സ്കൂളിൽ രൂപീകൃതമായ സുരക്ഷാ ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രായപൂർത്തിയാകാത്തവർക്ക് വാഹനങ്ങൾ വാങ്ങി നൽകുന്ന രക്ഷിതാക്കളാണ് കുറ്റക്കാരെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ട്രാഫിക് സുരക്ഷാ വാരാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന തലത്തിൽ വിദ്യാലയങ്ങളിൽ നടക്കുന്ന ട്രാഫിക് ബോധവൽക്കരണത്തിനോടനുബന്ധിച്ചാണ് മാളിക്കടവ് MSS പബ്ലിക് സ്കൂളിൽ സുരക്ഷാ ക്ലബ്ബ് രൂപീകരിച്ചത്. ക്ലബിന്റെ ഉദ്ഘാടനം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ രാജീവ് പുത്തലത്ത് നിർവഹിച്ചു. ട്രാഫിക് ബോധവൽക്കരണങ്ങളിൽ വിദ്യാർത്ഥികളുടെ പങ്ക് അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ പലപ്പോഴും നമുക്ക് കാണാം, ഈ 4200 പേരിൽ മരണപ്പെടുന്നത് പലപ്പോഴും ടൂ വീലറുകളാണ്. പകുതിയോളം പേർ ടൂ വീലറുകളിലാണ് അപകടത്തിൽ മരണപ്പെട്ടുള്ളത്. ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും അശാസ്ത്രീയമായ വാഹനം ബൈക്കുകളാണ്. ചെറിയൊരു കല്ല് പോലും വലിയ ദുരന്തങ്ങളിലേക്കും മരണങ്ങളിലേക്കും എത്തിച്ചേടാൻ പറ്റുന്നുള്ള ഒന്നാണ് ടൂ വീലർ. നമ്മുടെ കുട്ടികൾക്ക്, ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് പാസ്സായി കഴിഞ്ഞാൽ വല്ല മാക്സിമം ആഗ്രഹിക്കാൻ പറ്റുന്ന സൈക്കിളൊക്കെ ആയിരുന്നു. ഇന്നതല്ല, ഫസ്റ്റ് തന്നെ ബൈക്കാണ് പലരുടെയും ആവശ്യം. പല കുട്ടികളും 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ആവശ്യപ്പെടുന്നത് ബൈക്കുകളാണ്. അതുകൊണ്ട് തന്നെ പാരന്റ്സ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പല കുറ്റകൃത്യങ്ങളും നടക്കുന്നത്. MSS പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ P ഹരിദാസ്, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ S സുരേഷ്, CK അജിൽകുമാർ, K പ്രഗിത്, സിന്ധു, ഷെജിൽ എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് ട്രാഫിക് ബോധവൽക്കരണവും നടന്നു. ദേശീയ പതാകയെ അപമാനിച്ചതിന് കെട്ടിട ഉടമയ്ക്കെതിരെ കേസ്. ഗോവിന്ദപുരം മിംസ് ആശുപത്രിക്ക് സമീപമുള്ള 3 നില കെട്ടിടത്തിന്റെ 2ാം നിലയിലെ ജനലിലാണ് പതാക കർട്ടൻ രൂപത്തിൽ കെട്ടിയത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. മെഡിക്കൽ കോളേജ് CI K ഉല്ലാസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ഗോവിന്ദപുരം മിംസ് ആശുപത്രിക്ക് സമീപം കെട്ടിടത്തിനു മുകളിൽ ദേശീയ പതാകയെ അപമാനിക്കും വിധം കെട്ടിയതിന് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. തിങ്കളാഴ്ച രാത്രി വൈകി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ദേശീയപാതയെ അപമാനിച്ചതിൽ സ്ഥലത്ത് പ്രതിഷേധിച്ചിരുന്നു. അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിലാണ് ദേശീയ പതാക കണ്ടെത്തിയത്. ദേശീയ പതാക ജനൽ കർട്ടനായി കെട്ടിയതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത്. കെട്ടിട ഉടമയ്ക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് VHP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. 3 നിലയുള്ള കെട്ടിടത്തിന്റെ 2ാം നിലയിലെ മുറിയുടെ ജനലിലാണ് ദേശീയ പതാക കർട്ടനായി കെട്ടിയത് കഴിഞ്ഞ ദിവസം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതോടെ ജനം തടിച്ചുകൂടി.
വിവരമറിഞ്ഞ മെഡിക്കൽ കോളേജ് സിഐ കെ ഉല്ലാസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി. കെട്ടിടം സെക്യൂരിറ്റി ജീവനക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അന്വേഷണം നടത്തി കെട്ടിട ഉടമയ്ക്കെതിരെ നടപടിയെടുക്കുമെന്ന സിഐയുടെ ഉറപ്പിനെ തുടർന്നാണ് റോഡ് ഉപരോധിച്ചവർ പിന്മാറിയത്. കേരള വിഷന്റെ മലബാർ സോണൽ ന്യൂസ് ബ്യൂറോ പ്രവർത്തനം ആരംഭിച്ചു. കോഴിക്കോട് മിനി ബൈപ്പാസ് മിംസ് ആശുപത്രിക്ക് സമീപം ആരംഭിച്ച ഓഫീസ് ബിസിനസ് ക്ലബ്ബ് പ്രസിഡന്റ് സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. കേരള കമ്മ്യൂണിക്കേഷൻസ് കേബിൾ ലിമിറ്റഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരള വിഷൻ ചാനലിന്റെ മലബാർ സോണൽ ഓഫീസാണ് കോഴിക്കോട് മിനി ബൈപ്പാസിൽ മിംസ് ആശുപത്രിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചത്. ബിസിനസ് ക്ലബ്ബ് പ്രസിഡന്റ് പി സക്കീർ ഹുസൈൻ ഓഫീസിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനു ശിവദാസ് അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ സിഒയുടെ സ്വാതന്ത്ര്യ പരിപാടിയുടെ ഭാഗമായി കുട്ടികളുടെ ക്യാൻസർ സെന്ററിനുള്ള ധനസഹായവും വിതരണം ചെയ്തു. KCCL MD സി വിജയകൃഷ്ണൻ ധനസഹായം വിതരണം ചെയ്തു. ചൈൽഡ് ക്യാൻസർ സെന്റർ പ്രതിനിധികളായ ഡോക്ടർ അജിത്, ദീപ അജിത് എന്നിവർ ധനസഹായം ഏറ്റുവാങ്ങി. സിഒഎ ജില്ലാ സെക്രട്ടറി മൻസൂർ, TV ജോൺസൺ, പ്രമോദ്, നിഷാദ് മണങ്ങാട്ട്, കേരള വിഷൻ MD രാജ്മോഹൻ, മലബാർ സോണൽ ന്യൂസ് ബിസിനസ് ഹെഡ് അജീഷ് അത്തോളി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വാർത്തകളിൽ ഇടവേള. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. കല്യാൺ സിൽക്സ് അവിശ്വസനീയ ആടി സെയിൽ. നേടൂ 10 മുതൽ 50% വരെ വിലക്കിഴിവ്. കല്യാൺ സിൽക്സ്. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. വാഴ്വെന്നും അഴകാം ഉത്സവം. നമുക്കേകും സന്തോഷം. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. ഈസ്റ്റ് നടക്കാവിലെ ഗംഗാ റോഡ്വേസിൽ തീപിടുത്തം. ചൊവ്വാഴ്ച പുലർച്ചെ 1:30 കെട്ടിടം അഗ്നിക്കിരയായത്. കെട്ടിടം പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഷോർട്ട് സർക്യൂട്ടാണ് എന്നാണ് പോലീസിന്റെ നിഗമനം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഈസ്റ്റ് നടക്കാവിലെ PM കുട്ടി റോഡിലെ ഗംഗാ റോഡ്വേസിലെ പാർസൽ സർവീസ് ഗോഡൌണിലാണ് തീപിടിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെ 1:30 തീപിടുത്തം നടന്നത്. തീപിടുത്തത്തിൽ കെട്ടിടം പൂർണ്ണമായും കത്തി നശിച്ചു. അകത്ത് സൂക്ഷിച്ചിരുന്ന ടയറുകളും പെയിന്റിങ്ങുകളും ഉൾപ്പെടെ നിരവധി ഓഫീസ് രേഖകളും കത്തി നശിച്ചിട്ടുണ്ട്. പുറത്ത് പാർക്ക് ചെയ്തിരുന്ന ടെമ്പോയും അഗ്നിക്കിരയായിട്ടുണ്ട്. ഏകദേശം 60 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് വിലയിരുത്തുന്നത്. പോലീസും 5 യൂണിറ്റ് ഫയർഫോഴ്സും എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തീപിടുത്തത്തെ സംബന്ധിച്ച് പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജില്ലയിൽ KSRTC ജീവനക്കാർ നടത്തിയ മിന്നൽ പണിമുടക്ക് യാത്രക്കാരെ മണിക്കൂറുകളോളം വലച്ചു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 തുടങ്ങിയ സമരം 7:30 തീർന്നത്. സ്വകാര്യ ബസ്സുകാരുടെ ഇടപെടലിനെ തുടർന്ന് KSRTC ഡ്രൈവറെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് സമരം. ദീർഘദൂര ബസ്സുകൾ സർക്കാർ ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി പത്തനംതിട്ട പാടിച്ചിറ റൂട്ടിലോടുന്ന സ്വകാര്യ ബസിന്റെ പെർമിറ്റ് നിർത്തലാക്കിയിരുന്നു. ഇതിനു പകരമായാണ് KSRTC പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് ഞായറാഴ്ച മുതൽ പുതിയ സർവീസ് ആരംഭിച്ചത്. വയനാട്ടിലെ പാടിച്ചിറയിൽ നിന്നും മടങ്ങി വന്ന ബസ് മൊഫിസിൽ ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ്സുകൾ നിർത്തിയിടുന്ന ഭാഗത്ത് പാർക്ക് ചെയ്യാൻ ശ്രമിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. ട്രാക്കിൽ നിന്ന് ബസ് നീക്കണമെന്ന് സ്വകാര്യ ബസ്സുകാർ ആവശ്യപ്പെട്ടെങ്കിലും മറ്റെവിടെയും സ്ഥലമില്ലാത്തതിനാൽ മാറ്റാനായില്ല. തുടർന്ന് ട്രാഫിക് പോലീസ് എത്തി KSRTC ബസ് മാറ്റിയിടാൻ ആവശ്യപ്പെടുകയും 7 ബസ്സുകൾക്ക് മാത്രമാണ് ഒരേ സമയം പാർക്കിംഗ് അനുവദിച്ചിട്ടുള്ളൂ എന്നുമായിരുന്നു പോലീസിന്റെ നിലപാട്. തർക്കം മൂർച്ഛിച്ചതോടെ കൂടുതൽ പോലീസ് എത്തി KSRTC ഡ്രൈവർ പത്തനംതിട്ട സ്വദേശി PA ഷാജഹാനെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. തുടർന്ന് പോലീസ് KSRTC ഡ്രൈവറെ മർദ്ദിച്ചുവെന്നാരോപിച്ച് ജീവനക്കാർ സമരം ആരംഭിക്കുകയായിരുന്നു. മർദ്ദനമേറ്റ ഷാജഹാനെ ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. താമരശ്ശേരി ഡിപ്പോയിലെ കണ്ടക്ടർ P സജിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു.
KSRTC ജീവനക്കാർ പണിമുടക്ക് ആരംഭിച്ചതോടെ യാത്രക്കാർ വലയുകയും നഗരം ഗതാഗതക്കുരുക്കിലാവുകയും ചെയ്തു. ജീവനക്കാരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് സ്റ്റാൻഡിൽ KSRTC ജീവനക്കാർ പ്രകടനം നടത്തി. പണിമുടക്ക് നീണ്ടതോടെ ദീർഘദൂര KSRTCയും മുടങ്ങി. യാത്രക്കാർ ദുരിതത്തിലാവുകയും ചെയ്തു. ട്രാഫിക് നോർത്ത് SP PK രാജു, സൌത്ത് AC KP അബ്ദുൾ റസാഖ് എന്നിവർ സ്ഥലത്തെത്തിയതോടെ ഉപരോധം പിൻവലിച്ചു. സമരം ഒത്തുതീർക്കാനായി സൌത്ത് AC AJ ബാബു, കസബ CI ബാബു പെരിങ്ങോത്ത് എന്നിവർ KSRTC ജീവനക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടതോടെ കമ്മീഷണർ AV ജോർജുമായി ജീവനക്കാർ നടത്തിയ രണ്ടാംഘട്ട ചർച്ചയിലാണ് സമരം ഒത്തുതീർന്നത്. ഡ്രൈവറെ മർദ്ദിച്ച SIക്കെതിരെ വകുപ്പുതല അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. തുടർന്നാണ് KSRTC ബസ്സുകൾ സർവീസ് പുനരാരംഭിച്ചത്. മത്സ്യം വളർത്തുന്നതിനൊപ്പം പച്ചക്കറി കൃഷിയും സമന്വയിപ്പിച്ചുള്ള നൂതന ജൈവ കൃഷിരീതി നടപ്പാക്കുകയാണ് ചുള്ളിപ്പറമ്പ് തുഷാരയിൽ ചൂരക്കാട്ട് രേഖ രശ്മിക്. അക്വാപോണിക്സ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഇവരുടെ പുതുസംരംഭം. വീട്ടുവളപ്പിൽ പ്രത്യേകം സജ്ജമാക്കിയ കുളത്തിൽ മത്സ്യം വളർത്തിയാണ് ജൈവ കൃഷിരീതിക്ക് പുതിയ മാതൃക ഒരുക്കുന്നത്. 4 സെന്റ് ഭൂമിയിൽ ഒരുക്കിയ ഫാമിൽ ചെറിയ കുളം നിർമ്മിച്ച് മത്സ്യങ്ങൾ വളർത്തുന്നു. മത്സ്യകൃഷിയിലെ പോഷകങ്ങൾ കലർന്ന വെള്ളത്തിൽ വേരുകൾ പടർത്തി ചെടികൾ വളർത്തുന്നുവെന്നതാണ് പ്രത്യേകത. ഇതോടൊപ്പം പ്രത്യേക സംവിധാനം ഒരുക്കി പച്ചക്കറിയും പൂച്ചെടികളും കൃഷി ചെയ്യാനാണ് ലക്ഷ്യം. മണ്ണും വളപ്രയോഗവും ഇല്ലാതെ തന്നെയാണ് കൃഷിരീതി അവലംബിക്കുന്നത്. മത്സ്യവിസർജ്യത്തിലെ പോഷകങ്ങൾ അടങ്ങിയ വെള്ളമാണ് കൃഷിക്ക് പ്രധാന വളം. തിലാപ്പിയ, കൊഞ്ചി എന്നീ ഇനം മത്സ്യങ്ങൾ കുളത്തിൽ നിക്ഷേപിച്ചു. കുളത്തിലെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ പരിപാലിക്കാൻ ജലസസ്യങ്ങളും വളർത്തുന്നുണ്ട്. ഭൂമിയുടെ ലഭ്യത കുറഞ്ഞ പ്രദേശങ്ങളിൽ ഇത്തരം കൃഷിരീതികൾ ഉപയോഗിച്ചുള്ള സംരംഭങ്ങൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ തുടങ്ങുന്നത് കാർഷിക മേഖലയ്ക്ക് പുതുജീവൻ നൽകുമെന്ന് ഫാം ഉദ്ഘാടനം ചെയ്ത സീസ്റ്റഡ് ഡയറക്ടർ ഡോക്ടർ KV മുഹമ്മദ് കുഞ്ചി പറഞ്ഞു. പാലക്കാട് നന്ദിയോട് സ്വദേശി വിജയകുമാർ നാരായണിൽ നിന്നുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടാണ് രേഖ കൃഷി പരീക്ഷണത്തിനിറങ്ങിയത്. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് വഴി കുറഞ്ഞ ചെലവിൽ പച്ചക്കറി മത്സ്യ സമ്മിശ്ര കൃഷി ലാഭകരമാക്കാനാകുമെന്ന് രേഖ രശ്മിക് പറയുന്നു. യുദ്ധക്കപ്പൽ രൂപകൽപ്പന നിർണയ കേന്ദ്രം നിർദ്ദേശിന്റെ ആഭിമുഖ്യത്തിൽ എരഞ്ഞിക്കൽ പ്രദേശത്തെ നിർധനരായ വിദ്യാർത്ഥികൾക്ക് സൌജന്യമായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ കലക്ടർ CA ലത പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിനു കീഴിലുള്ള യുദ്ധക്കപ്പൽ രൂപകൽപ്പന നിർണയ കേന്ദ്രം നിർദ്ദേശിന്റെ ആഭിമുഖ്യത്തിൽ എരഞ്ഞിക്കൽ സ്വദേശത്തെ നിർധനരായ വിദ്യാർത്ഥികൾക്ക് സൌജന്യമായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. PVS ഹൈസ്കൂളിൽ നടന്ന ചടങ്ങ് ജില്ലാ കലക്ടർ CA ലത ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്കറിയാം, നമ്മുടെ സ്കൂളില് ചിലപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരുപോലെ കഴിവുള്ള ഫാമിലീസിൽ നിന്ന് ആയിരിക്കില്ല എല്ലാവരും എത്തുന്നത്. പക്ഷെ നമുക്കറിയാം അവരുടെ സൗകര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള വരെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരണം. നിർദ്ദേശ് പ്രൊജക്ട് ഓഫീസർ ക്യാപ്റ്റൻ രമേശ് ബാബു മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ സ്കൂൾ ലൈബ്രറികൾക്കുള്ള പുസ്തക വിതരണം ഹേമലത ചന്ദ്രൻ നിർവഹിച്ചു. തുടർന്ന് SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ നൽകി. മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് K പത്മനാഭൻ, സൂര്യ TV ബ്യൂറോ ചീഫ് P അനിൽ, സജീവൻ കളത്തിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. വാർത്തകളിൽ മറ്റൊരിടവേള കൂടി. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. കല്യാൺ സിൽക്സ് അവിശ്വസനീയ ആടി സെയിൽ. നേടൂ 10 മുതൽ 50% വരെ വിലക്കിഴിവ്. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പട്ടികജാതി വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പട്ടികജാതി ക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് മേയർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പട്ടികജാതി വിദ്യാർത്ഥികളെ പട്ടികജാതി ക്ഷേമ സമിതി ടൌൺ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. അനുമോദന ചടങ്ങ് കോഴിക്കോട് കോർപ്പറേഷൻ മേയർ പ്രൊഫസർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ പുറംപോക്കുകളിൽ തള്ളപ്പെട്ടു പോകാൻ ഇടയുള്ള ഒരു വിഭാഗം ജനങ്ങളെ സാമൂഹ്യമായും സാമ്പത്തികമായും നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുമെന്നതിന്റെ ഒരു സൂചനയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കോർപ്പറേഷൻ പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർമാൻ M മോഹനൻ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. ടൌൺ ഹാളിൽ നടന്ന ചടങ്ങിൽ
PKS ജില്ലാ കമ്മിറ്റി അംഗം OM ഭരദ്വാജ് അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി രമേഷ് ബാബു, CPIM ടൌൺ ഏരിയ സെക്രട്ടറി P ലക്ഷ്മണൻ, PK സൌത്ത് ഏരിയ സെക്രട്ടറി P രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി KT സുനിൽകുമാർ സ്വാഗതവും ഏരിയ പ്രസിഡന്റ് KM ശങ്കരൻ നന്ദിയും പറഞ്ഞു. സ്വാതന്ത്ര്യ സമര സേനാനി ഷഹീദെ ഹിന്ദ് TP കുമാരൻ നായർ അനുസ്മരണ സമ്മേളനവും അവാർഡ് വിതരണവും മാനാഞ്ചിറ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്നു. ഷഹീദെ ഹിന്ദ് അവാർഡ് N ജസ്റ്റിന് മേയർ AK പ്രേമജം സമ്മാനിച്ചു. അനുസ്മരണ സമിതി ചെയർമാൻ വത്സൻ നെല്ലിക്കോട് അധ്യക്ഷനായിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനി ഷഹീദെ ഹിന്ദ് TP കുമാരൻ നായർ അനുസ്മരണ സമ്മേളനവും അവാർഡ് വിതരണവും മാനാഞ്ചിറ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്നു. ഷഹീദെ ഹിന്ദ് അവാർഡ് N ജസ്റ്റിന് മേയർ AK പ്രേമജം സമ്മാനിച്ചു. ആതുര സേവന രംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്താണ് പുരസ്കാരം. ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ നൂറ്റാണ്ടുകളായി അവശത അനുഭവിച്ച ധാരാളം ജനങ്ങളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പിന്നോക്കാവസ്ഥയുള്ളവർ ആരെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് ചരിത്രപരമായ കാരണങ്ങളാൽ സാമൂഹ്യ സാമ്പത്തിക പശ്ചാത്തലത്തിൽ യഥാർത്ഥത്തിൽ സമൂഹത്തിന്റെ പിന്നാമ്പുറത്ത് നിൽക്കാൻ വിധിക്കപ്പെട്ടവരെന്ന് നമുക്ക് കരുതാവുന്ന പട്ടികവർഗ. അനുസ്മരണ സമിതി ചെയർമാൻ വത്സൻ നെല്ലിക്കോട് അധ്യക്ഷം വഹിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഡോക്ടർ സരസ്വതി, ഷഹീദ ബീഗം, ജിതിനം രാധാകൃഷ്ണൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കുമാരൻ നായർ കവിതാരചനാ മത്സരത്തിൽ വിജയികളായ ശ്രുതി ശശിധരൻ, KP സായി പ്രഭ, ഡോക്ടർ ഷിംന ആനന്ദ് എന്നിവർക്ക് കവയിത്രി പ്രശാന്തി ചോവര സമ്മാനം നൽകി. PV ഗംഗാധരൻ, ഗ്രോ വാസു, ഡോക്ടർ K മൊയ്തു, പ്രൊഫസർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ, ആശാ രമേശ്, പുതുക്കുടി ബാലചന്ദ്രൻ, ശ്രീജ ചേളന്നൂർ എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. നാലമ്പലം ദർശന പുണ്യം തേടി രാമപുരത്ത് ഭക്തജന തിരക്ക്. രാമായണ കഥ കേട്ടുണരുന്ന കർക്കടക മാസത്തിന്റെ പുണ്യനാളുകളിൽ ശ്രീരാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്ന പൂർവികാചാരമാണ് നാലമ്പല ദർശനം എന്ന പേരിൽ പ്രശസ്തമായിട്ടുള്ളത്. നാലമ്പല ദർശനം ഒരേ ദിവസം ഉച്ചപൂജയ്ക്ക് മുൻപ് പൂർത്തിയാക്കുന്നത് ഏറ്റവും ഉത്തമമാണ് എന്നുള്ള വിശ്വാസമാണ് കോട്ടയം ജില്ലയിലെ രാമപുരത്തെ നാലമ്പല ദർശനത്തിന് പ്രാധാന്യമേറുവാൻ കാരണമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ക്ഷേത്രങ്ങൾ തമ്മിലുള്ള ദൂരം ഏതാണ്ട് 3 കിലോമീറ്റർ മാത്രമായതിനാൽ ചുരുങ്ങിയ സമയം കൊണ്ട് ആചാരവിധി അനുസരിച്ച് ഉച്ചപൂജയ്ക്ക് മുൻപ് ദർശനം നടത്തുവാൻ ഇവിടെ സാധിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മോദി സർക്കാരിന്റെ റെയിൽവേ കന്നി ബജറ്റിൽ കേരളത്തിന് കടുത്ത അവഗണന. ബജറ്റിൽ കേരളത്തിന് ഒരു പാസഞ്ചർ മാത്രം. അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ പ്രധാന കാരണമെന്ന് RTO രാജീവ് പുത്തലത്ത്. പഠിപ്പ് മുടക്കി സമരം വിഷയത്തെ ആസ്പദമാക്കിയാവണമെന്ന് DYFI കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദ കിങ് ഓഫ് ഫുട്വെയർസ്.